സപ്പോസ് ഇഫ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പ്രൊപ്പോസൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകണമെങ്കിൽ വരാൻ പോകുന്ന ഒരു കൺസേൺ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പോൾ കറന്റ് 1.5 മില്യൺ ഇമിഗ്രൻസ് ആണ് ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിൽ പലരും 1-2 വർഷത്തിന്റെ ഉള്ളിൽ ILR എലിജിബിലിറ്റി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയാണെങ്കിൽ കറന്റ് വിസ അനദർ 5 ഇയറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ മീറ്റ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ ബേർഡൻ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഹോം ഓഫീസ് ഫീസ് കമ്പാരിറ്റീവ്ലി ഭയങ്കര കൂടുതലാണ്. ഈവൻ റീസെന്റ് ആഫ്റ്റർ 9th April ഹോം ഓഫീസ് ഫീസ് നല്ലോണം കൂട്ടിയിട്ടുണ്ട്. ഇപ്പോഴുള്ള സ്കിൽ വർക്കർ വിസ അടുത്ത 5 വർഷത്തേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നാൽ ഒരാൾ മീറ്റ് ചെയ്യേണ്ട ഫീസ് എന്ന് പറയുന്നത് അറൌണ്ട് 7,000 pound ആണ്. ഇനി ഒരു ഫാമിലി, അത് 4 പേര് അടങ്ങുന്ന ഒരു ഫാമിലി ആണെങ്കിൽ they have to meet around 28,000 pound. അതിന്റെ മുകളിൽ സോളിസിറ്റർ ഫീസ്. മേ ബി ഓരോ ഫാമിലിയിൽ ചിലപ്പോൾ കുട്ടികൾ അടുത്ത നിയർ ഫ്യൂച്ചറിൽ കോളേജ് അല്ലെങ്കിൽ യൂണിയിൽ ജോയിൻ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഹോം ഫീസ് എന്ന് പറയുന്നത് 7.5 to 10,000 pound ആണ് ആനുവലി. അതേപോലെ അത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനാണെങ്കിൽ 15 to 20,000 ആണ്. ഇപ്പോൾ ഇവിടെ സെറ്റിൽമെന്റ് കിട്ടാത്ത ഫാമിലി ആണെങ്കിൽ ദേ വിൽ ബി കമ്മിങ് അണ്ടർ ഇന്റർനാഷണൽ ഫീ സ്ട്രക്ചർ. സോ ഇവിടെ ഒരു കുട്ടി ഒരു കോളേജ് അല്ലെങ്കിൽ യൂണി ജോയിൻ ചെയ്യണമെങ്കിൽ ദേ ഹാവ് ടു മീറ്റ് അറൌണ്ട് 15 to 20,000 ആനുവലി ആൻഡ് ഇറ്റ് വിൽ കം അറൌണ്ട് 45 to 60,000 ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദെയർ കോഴ്സ്. ഒരു കാര്യത്തിൽ സമാധാനിക്കാന്ന് വെച്ചാൽ ഇറ്റ്സ് സ്റ്റിൽ അണ്ടർ കൺസിഡറേഷൻ, ഇറ്റ്സ് നോട്ട് എ റൂൾ ആൻഡ് വി ഹോപ്പ് ദർ വിൽ ബി എനി ട്രാൻസിഷണൽ അറേഞ്ച്മെന്റ്. വരാൻ പോകുന്ന പ്രോഗ്രസ് എന്താണെന്നുള്ളത് വിൽ ട്രൈ ടു ഷെയർ. Be informed, be updated.